നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2017 കേരളത്തിന് കേട്ടുകേൾവി പോലുമില്ലാത്ത ആസ്ട്രൽ പ്രൊജക്ഷൻ കേതൽ ജിൻസൺ രാജ. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നന്തൻകോട് കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസ്, അതിന് ഏതാനും ചുവട് മാത്രം അകലെയുള്ള ബെൻസ് കോമ്പൗണ്ട്, അവിടെ സുന്ദരഭവനം എന്നു പേരുള്ള വസതി. ഇതാണ് ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടി അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയിട്ടുള്ള ജിൻസൺ രാജയുടെ വീട്. പ്രൊഫസറായിട്ടുള്ള രാജ തങ്കം, ഡോക്ടറായിട്ടുള്ള ജീൻ പത്മം, അതുപോലെ അവരുടെ മകളായിട്ടുള്ള ഡോക്ടർ കരോളിന, പിന്നെ ഒരു ബന്ധുവായിട്ടുള്ള ലളിത എന്നിവരെയാണ് 2017 ഏപ്രിൽ 9 കൊല്ലപ്പെട്ടത്. ഈ ബന്ധുവായിട്ടുള്ള ലളിതയ്ക്ക് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം തന്നെ ഈ വീടിന്റെ മുകളിൽ നിന്ന് തീയും പുകയൊക്കെ ഉയർന്നപ്പോൾ നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, പുറത്തേക്ക് ആരെയും കാണുന്നില്ല. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു മൃതശരീരം കൂടി കണ്ടെത്തുകയാണ്. അവർ നേരെ അത് പോലീസിനെ അറിയിക്കുന്നു. വൈകാതെ തന്നെ പോലീസ് അവിടെ എത്തി. പരിശോധനയുടെ ഇടയിൽ ബന്ധുവായിട്ടുള്ള ലളിതയുടെ ശരീരം വെട്ടിമുറിച്ച നിലയിൽ പുഴുക്കളെല്ലാം അരിച്ച ഒരവസ്ഥയിലാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നുള്ള പോലീസിന്റെ പരിശോധനയിൽ മുകളിലത്തെ മുറിയിൽ നിന്നും രാജാ തങ്കത്തിനെയും അതുപോലെ ജീൻ പത്മയെയും അതുപോലെ കരോളിനെയും കിട്ടി. അത് വെട്ടിമുറിക്കുന്ന നിലയിൽ പകുതി കത്തിച്ചിട്ടുള്ള ബോഡികളായിട്ടാണ് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയത്. അതിന്റെ ഒപ്പം തന്നെ ഒരു ഡെമ്മിയും കൂടി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്താൻ പോലീസിന് പറ്റി. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതക പരമ്പരയായിരുന്നു ഇത്. ഒരുപാട് കൊലപാതകങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ടെങ്കിലും സ്വന്തം മകൻ അച്ഛനെയും അമ്മയെയും അതും സഹോദരിയെയും ബന്ധുവായ ഒരു സ്ത്രീയെയും വെട്ടിക്കൊന്ന് കത്തിച്ചിരിക്കുന്നു. പൂർണ്ണമായിട്ട് കത്തി നശിക്കാത്ത ശരീരഭാഗങ്ങളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ മകനായിട്ടുള്ള ജിൻസൺ രാജയെ അവിടെ കാണാനും കഴിഞ്ഞില്ല. പകരം ഒരു ഡെമ്മിയാണ് കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ട് കത്തി നശിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ തന്നെ പോലീസുകാരുടെ ഇടയിൽ ജിൻസൺ രാജ എവിടെ എന്നൊരു ചോദ്യം ബാക്കിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നാട്ടുകാരെല്ലാം പറഞ്ഞത് ജിൻസൺ രാജ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോൾ ജിൻസൺ രാജ മതിൽ ചാടി എവിടെയൊക്കെ രക്ഷപ്പെടുന്നതായിട്ട് നാട്ടുകാരിൽ ചിലർ കണ്ടു എന്ന് സംശയം പോലീസിനോട് പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിന്റെ ഇടയിൽ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി ഉണ്ടായിരുന്നു ജിൻസൺ രാജയെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടതായിട്ട്. ചെന്നൈക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ജിൻസൺ രാജയെ പോലീസ് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ജിൻസൺ രാജയെ കസ്റ്റഡിയിൽ എടുത്തു. ഈ കൊലയ്ക്കെല്ലാം കാരണം എന്താണെന്ന് ജിൻസനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജിൻസൺ പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നായിരുന്നു. ഇത് കേട്ട് പോലീസ് ഞെട്ടിപ്പോയി. മരണശേഷം സ്വന്തം കുടുംബാംഗങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണാനും അതുപോലെ ആത്മാവിനോട് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ജിൻസൺ ഈ ക്രൂരത ചെയ്തതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പ്രൊഫസർ രാജ തങ്കത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും നല്ല വിദ്യാസമ്പന്നരായിരുന്നു. എന്നാൽ കേതൽ മാത്രം വിദേശത്തെല്ലാം പഠിക്കാൻ വിട്ടിട്ടും അതെല്ലാം പകുതി വെച്ച് വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുമായിരുന്നു. കമ്പ്യൂട്ടർ ഗെയിമുകൾ ഉണ്ടാക്കുന്നതിലായിരുന്നു കേതലിന് താല്പര്യം. എന്നാൽ എല്ലാം പകുതി വെച്ച് നിർത്തുന്നവനും അതുപോലെ എല്ലാത്തിലും തോറ്റ് പിന്മാറുന്നവനായതിനാൽ മാതാപിതാക്കൾ അത്ര ശ്രദ്ധിച്ചില്ല കേതലിന്റെ കാര്യത്തിലൊന്നും. അതുകൊണ്ട് തന്നെ കേതൽ ഒരു അന്തർമുഖനായിട്ടാണ് വളർന്നു വന്നത്. വീടിന്റെ 2ാമത്തെ നിലയിൽ സ്വന്തം മുറിയിൽ കമ്പ്യൂട്ടർ ഗെയിമുകളൊക്കെ ആയിട്ടാണ് അവൻ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലെ ആരുമായിട്ട് പൊതുവെ സംസാരിക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ ആരുമായിട്ട് ചെലവഴിക്കാനോ അവൻ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമാണ് കേതൽ ഉണ്ടാക്കിയ പുതിയ ഗെയിം പരിചയപ്പെടുത്താൻ എന്ന വ്യാജേന സ്വന്തം അമ്മയെ റൂമിലിട്ട് വിളിച്ചു വരുത്തുന്നത്. കമ്പ്യൂട്ടറിന് മുന്നിൽ ഗെയിമും കണ്ടുകൊണ്ടിരുന്ന അമ്മയെ ബാക്കിലൂടെ വന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ മഴ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം ബാത്റൂമിൽ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം സ്വന്തം കൈയും കാലും അതുപോലെ റൂമെല്ലാം വൃത്തിയാക്കിയ കേതൻ ജിൻസൺ രാജ നേരെ താഴത്തെ നിലയിലിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വരുന്നു. അവിടെ അച്ഛനായ രാജാ തങ്കത്തിന്റെ ഒപ്പം അതുപോലെ സഹോദരിയായിട്ടുള്ള കരോളിനയുടെ ഒപ്പം ഇരുന്നിട്ട് ആഹാരം കഴിക്കുകയാണ് ഉണ്ടായിരുന്നത്. അമ്മ എവിടെയെന്ന് സഹോദരിയും അച്ഛനും ചോദിച്ചപ്പോൾ അമ്മ ഗെയിം കാണുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അമ്മയെ വകവരുത്തിയ സമാന രീതിയിൽ തന്നെ സ്വന്തം അച്ഛനെയും സഹോദരിയെയും വെട്ടിനുറുക്കി. ബന്ധുവായിട്ടുള്ള ലളിതയെയും വെട്ടിക്കൊലപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞ് ജിൻസൺ രാജ ഈ മൃതദേഹങ്ങളോടൊപ്പം 2-3 ദിവസം ആഹാരം കഴിച്ചും ഉറങ്ങിയും സമയം ചെലവഴിച്ചു. ഈ ഒരു സമയം വീട്ടിലെ ജോലിക്കാരി ഈ വീട്ടിലോട്ട് കയറി വരുവാണ്. അപ്പോൾ ജിൻസൺ രാജ അവരോട് പറയുന്നുണ്ട്, കുടുംബത്തിന് മറ്റ് അംഗങ്ങളെല്ലാം ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയേക്കുവാണ്, തിരിച്ചു വന്നാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറയാം, ഇപ്പൊ തൽക്കാലം തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയിക്കോളൂ, ഇപ്പൊ നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ വേലക്കാരിനെ അവരുടെ വീട്ടിലോട്ട് തിരികെ പറഞ്ഞയക്കുകയാണ്. ഈ ഒരു കാര്യം ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മയായിട്ട് അവർ ഇപ്പോഴും ഓർത്തെടുക്കുന്നുണ്ട്. തലനാരി ഇഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. ജീർണിച്ചു തുടങ്ങിയിട്ടുള്ള ആ മൃതശരീരത്തിന്റെ ഒപ്പം ജിൻസൺ രാജ ആ വീട്ടിൽ തന്നെ തങ്ങി. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ നിന്ന് ഫുഡും ഓർഡർ ചെയ്തു. വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും അതുപോലെ തന്നെ ബന്ധുവായിട്ടുള്ള ലളിതയ്ക്കും എല്ലാവർക്കും വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. കുടുംബം ഇവിടെ തന്നെ ഉണ്ടെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജിൻസൺ ചെയ്തത്.
അതിനുശേഷം കവടിയാറുള്ള ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് ഒരു കന്നാസ് നിറച്ച് പെട്രോളുമായിട്ട് തിരിച്ചു വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും ബോഡി കത്തിക്കുമായിരുന്നു. എന്നാൽ തീയും പുകയെല്ലാം പുറത്തോട്ട് പൊങ്ങിയതോടുകൂടി ജിൻസന്റെ പദ്ധതി പാളി. നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ജിൻസൺ രാജ ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസ് ജിൻസൺ രാജയെ പിടികൂടിയെങ്കിലും ജിൻസൺ അടിക്കടി മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും ശ്രദ്ധയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, സ്വന്തം സഹോദരിയോടായിരുന്നു ഇവർക്ക് കൂടുതൽ സ്നേഹം എന്നതും ജിൻസൺ രാജയെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു എന്ന നിഗമനത്തിലാണ് ലാസ്റ്റ് പോലീസ് എത്തിച്ചേർന്നത്. 4 കൊലപാതകങ്ങൾ ചെയ്തുവെങ്കിലും ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെയും നാട്ടുകാരെയും ജിൻസൺ രാജ നേരിട്ടത്. പ്രത്യേക ജീവിതശൈലി സൂക്ഷിച്ചിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് കേതലിൻ്റെത്. ഭക്ഷണത്തിന് വേണ്ടി തന്നെ 200-ലധികം വിവിധ ഇനത്തിലുള്ള കോഴികളെയാണ് അവർ വീട്ടിൽ വളർത്തിയിരുന്നത്. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും അവർ പുലർത്തിയിരുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഗോവണിയിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു സ്വഭാവവും ഈ കേതലിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു. വേലക്കാരികൾക്ക് പോലും നിയന്ത്രണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് ആ വീട്ടിൽ അവർ നൽകിയിരുന്നത്. കാറ്റും വെളിച്ചവും ആ വീടിന് അന്യമാണ്. പകൽ പോലും ഇരുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ആ വീടിന്. മുകളിലെ 4 റൂമുകളിലായിട്ടാണ് ഇവരുടെ താമസം. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് താഴത്തെ നിലയിലിട്ട് ഇറങ്ങി വരത്തുള്ളൂ. എന്നാൽ ഒരുമിച്ച് ഉണ്ടാവുകയില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം വേലക്കാരിയുടെ അടുത്ത് പറയും, അവരത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതിൻ്റെതായ സമയത്ത് അവർ വന്നിട്ട് കഴിച്ചിട്ട് തിരിച്ച് റൂമുകളിലിട്ട് പോകും. അതാത് സമയത്ത് അങ്ങനെ തന്നെ തുടരുന്നു. ഇതാണ് വേലക്കാരി പറഞ്ഞത്. കാഴ്ചശക്തി ഇല്ലാത്ത ലളിത ജീൻ പത്മത്തിന്റെ സഹോദരിയാണ്. അവരും വേലക്കാരി മാത്രമാണ് താഴത്തെ നിലയിൽ താമസിക്കുന്നത്. ഇവർക്ക് മുകളിലത്തെ മുറികളിലോട്ട് പ്രവേശനം ഇല്ല. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവറയിലുള്ളിൽ 7262 എന്ന നമ്പറിലാണ് ജിൻസൺ രാജ തങ്ങുന്നത്. കേരളത്തിലും തമിഴ്നാട് അതിർത്തികളിലും കോടികളുടെ ആസ്തിയുള്ള ഏക അവകാശിയുടെ ഏറ്റവും ചുരുക്കത്തിലുള്ള മേൽവിലാസം ഇപ്പോൾ ഇതാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് മാനസിക ആരോഗ്യ നില തെറ്റിയിട്ടുള്ള ആൾക്കാരെ പാർപ്പിക്കുന്ന ഒരു ബ്ലോക്കിനകത്ത് പ്രത്യേക സെല്ലിൽ ഏകാന്ത തടവറയ്ക്കുള്ളിലാണ് ഇയാളിപ്പോൾ. കുളിക്കാനോ പല്ല് തേക്കാനോ അല്ലെങ്കിൽ സൂര്യവെളിച്ചം കാണാനോ ഒരു 15 മിനിറ്റ് സെല്ലിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ സെല്ലിൽ തന്നെ കഴിഞ്ഞുകൂടിയെന്നും വരാം. കുളിക്കാനോ നീട്ടി വളർത്തിയ മുടി വെട്ടിമാറ്റാനോ ചീകി ഒതുക്കാനോ അയാൾ ശ്രമിക്കാറില്ല. നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇതാണ് നന്തൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജിൻസൺ രാജയുടെ ജയിൽ ജീവിതം. കേതൽ ജിൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഈ കേസിന്റെ വിചാരണ ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇതാണ് നന്തൻകോട് കൂട്ടക്കൊലപാതകത്തിന്റെ കഥ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ.